അങ്ങനെ നമ്മുടെ മറ്റൊരു വ്ളോഗിലേക്ക് സ്വാഗതം. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ പേര് ലിറ്റി ജസ്റ്റിൻ, ചാനലിൻ്റെ പേര് ലിറ്റി ജസ്റ്റിൻ. അപ്പോൾ ആദ്യം കാണുന്നവർ ചാനൽ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്തിട്ട് വേണം പോകാനായിട്ട്. പോകുകയും ചെയ്തേക്കരുത്, മുഴുവൻ കണ്ടിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ ഞാൻ രാവിലെ ചൊറിയും കുത്തിയിരിക്കുന്നല്ലേ കണ്ടുള്ളൂ. ഞാൻ ശരിക്കും പറഞ്ഞിരുന്ന് ആലോചിച്ചു എന്ത് ചെയ്യണമെന്ന്. അങ്ങനെ ആലോചിച്ച് ഒരു സൊല്യൂഷൻ കണ്ടുപിടിച്ചു. എവിടെയെങ്കിലും പോയേക്കാമെന്ന്. ഈ പ്രാവശ്യം ഷോപ്പിംഗ് മോളിലൊന്നും അല്ല കേട്ടോ. അതിപ്പോൾ എൻ്റെ ഒരുക്കം കാണുമ്പോൾ അറിയത്തില്ലേ, വളരെ ലൈറ്റായിട്ടല്ലേ ഒരുങ്ങിയിട്ടുള്ളൂ, മേക്കപ്പ് പോലും ഇട്ടിട്ടില്ല. ആകെ ഒരു ലിപ് ബാം അടിച്ചിട്ടുണ്ടെന്ന്. ഒരു ലിപ് ബാം ഇട്ടു, മുഖത്തൊരു സൺസ്ക്രീൻ ഇട്ടു, അത്രേ ഉള്ളൂ. പിന്നെ കുറേ പെർഫ്യൂം വാരിപ്പൂശി. ശരിക്കും പറഞ്ഞാൽ ഇറങ്ങുന്നതിന് മുമ്പ് ഞാനൊന്ന് കുളി പാസ്സാക്കിയതാണ്. എന്നാലും എന്തിനാണ് ഇങ്ങനെ പെർഫ്യൂം മാറി അടിക്കുന്നതെന്ന് വെച്ചാൽ ഞാനൊന്ന് സലൂൺ വരെ പോകാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ പിന്നെ സലൂണിലൊക്കെ പോകുമ്പോഴേ നമ്മുടെ അടുത്ത് നിന്നല്ലേ അവർ നമ്മളുമായിട്ട് എന്താ പറയുക, ഈവൻ ത്രെഡ് ചെയ്യാനായിട്ടാണേലും എല്ലാം നമ്മളുമായിട്ട് വളരെ ക്ലോസ് കോണ്ടാക്റ്റ് അല്ലേ. അപ്പോൾ പിന്നെ അവർക്ക് നമ്മളെ ബാഡായിട്ടൊന്ന് സ്മെൽ ചെയ്യല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ പെർഫ്യൂം അടി. അത് എത്ര അടിച്ചിട്ടും എനിക്ക് അങ്ങോട്ടൊരു തൃപ്തി വരുന്നില്ലെന്നേ. ഉള്ള പെർഫ്യൂം എല്ലാം എടുത്ത് വാരി പൂശുക എന്നുള്ളതാണ് എൻ്റെ മറ്റൊരു ഹോബി. അങ്ങനെ ഞാൻ റെഡിയായി കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ വലുതായിട്ടൊന്നും ഒരുങ്ങിയിട്ടൊന്നുമില്ല. സലൂൺ വരെ പോകാൻ എന്നാ ഒരുങ്ങാനാന്നേ. ജസ്റ്റ് ഒരു ലിപ് ബാം മാത്രമേ ഇട്ടിട്ടുള്ളൂ. അങ്ങനെ ഞാൻ സെറ്റായി. ഇനി നമുക്ക് പോവാം. ബാ. ഈ ചാവി തപ്പുന്നത് വണ്ടിയുടെ കീ ഒന്നുമല്ല. കാരണം നമുക്ക് എടുത്തുകൊണ്ട് പോകാൻ വണ്ടിയൊന്നുമില്ല, വീടിൻ്റെ കീയാണ്. വീടിൻ്റെ കീയില്ലാതെ പുറത്തിറങ്ങിയാൽ തിരിച്ചു കയറാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ എനിക്കാവശ്യമായ സാധന സാമഗ്രികളെല്ലാം പെറുക്കി ഇറങ്ങി. ശരിക്കും ഈ ഒരു സലൂൺ ഞാൻ ആദ്യമായിട്ട് പോവുക. ഞാൻ തപ്പിപ്പിടിച്ച് വേണം സലൂണിൽ പോകാൻ. ഞാൻ നേരത്തെ പോകുന്ന സലൂണിൽ ഞാൻ പറഞ്ഞിട്ടില്ലേ, പണ്ടൊരു അനുവിൻ്റെ സലൂണിൽ പോകുന്നത്. അവിടുന്ന് അനു പോയി, അവിടുന്ന് റിസൈൻ ചെയ്ത്. പിന്നെ എനിക്ക് അത്ര എന്താ പറയേണ്ടത്, ഒരു സംതൃപ്തി കിട്ടിയ സലൂൺ കിട്ടിയിട്ടില്ല. അതിനു മുമ്പ് മിറർ കണ്ടു. അപ്പോൾ വിചാരിച്ച് എന്നാൽ മിററിൽ എൻ്റെ 2 പടം പിടിച്ചേക്കാന്ന്. അപ്പോൾ ഇതാണ് എൻ്റെ സലൂൺ കോസ്റ്റ്യൂം. എങ്ങനെയുണ്ട്? പിന്നെ നല്ല വെയിലുള്ളതുകൊണ്ട് ഒരു ഹാറ്റ് എടുത്തു, ഒരു ഗ്ലാസ് എടുത്തു, അത്രേ ചെയ്തിട്ടുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, വണ്ടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് നടരാജ് മോട്ടോഴ്സാണ് ശരണം. ചോദിച്ച് പോകണം എങ്ങോട്ടാണ് പോകുന്നതെന്ന്. ചെറിയൊരു ഐഡിയ ഉള്ളൂ, പറഞ്ഞു കേൾവി മാത്രമേ ഉള്ളൂ. ഞാനിതുവരെ പോയിട്ടില്ല. അതുകൊണ്ട് തപ്പിപ്പിടിച്ച് പോവാം. അധികം ദൂരമൊന്നുമില്ല. നമുക്ക് വണ്ടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് നടന്നു പോവാം. പാവം പിടിച്ച ഞാൻ നോ വണ്ടി. പണ്ട് നമുക്ക് 2 വണ്ടി ഉണ്ടായിരുന്നപ്പം ഞാനാ ജസ്റ്റിയോട് പറഞ്ഞേ, എന്തിനാ വെറുതെ അധികപ്പറ്റി 2 വണ്ടി, വെറുതെ പാർക്കിംഗ് ഫീസ് 2 വണ്ടിക്ക് കൊടുക്കുകയും വേണം. എനിക്കാണെങ്കിൽ അങ്ങനെ വണ്ടി എടുക്കേണ്ട ഉപയോഗവും വരുന്നില്ല. കാരണം തൊട്ടടുത്തല്ലേ ഹോസ്പിറ്റല്, നടന്നു പോയാൽ മതി. ആ സമയത്ത് എനിക്ക് ഭയങ്കര നടപ്പ് ഭ്രാന്തായിരുന്നു. വിൻ്ററൊക്കെ ആകുമ്പോൾ വണ്ടി കയറാറേ ഇല്ല. നടപ്പ് അങ്ങനെ ഒരു ത്വരയ്ക്ക് കൊടുത്തതാ. പക്ഷെ ഇപ്പം ഞാൻ വിചാരിക്കുന്നുണ്ട് ആ ചെയ്തത് വലിയൊരു അബദ്ധമായി പോയിന്ന്. കാരണം ഇപ്പം നടക്കാൻ ഭയങ്കര മടിയാണ് താനും. എവിടെയെങ്കിലും പോകണമെങ്കിൽ ഒരു വണ്ടി ഉള്ളതുകൊണ്ട് ഒന്നെങ്കിൽ ജസ്റ്റിയെ കൊണ്ടുവരണം, ജസ്റ്റിയുടെ ഡ്രൈവറായിട്ട് പോകണം, പിന്നെ നമ്മളത് തിരിച്ചെടുക്കണം, ജസ്റ്റിയെ തിരിച്ചെടുക്കാൻ പോകണം. വലിയ തൊല്ലയാന്നേ. ഞാൻ ജസ്റ്റിയോട് പറഞ്ഞു, ജസ്റ്റി എനിക്കൊരു വണ്ടി വാങ്ങിച്ചതാന്ന്. അപ്പോൾ ജസ്റ്റി പറഞ്ഞു, യൂട്യൂബ് ചാനലൊക്കെ ഇല്ലേ, സ്വന്തമായിട്ട് വരുമാനമായി കഴിയുമ്പം വണ്ടി വാങ്ങിച്ചോളാൻ. അപ്പോൾ നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ കാണുകയാണെങ്കിൽ പാവപ്പെട്ട പെൺകുട്ടിക്കൊരു വണ്ടി എന്നുള്ളതാണ് നമ്മുടെ പുതിയ പദ്ധതി. നിങ്ങൾ എന്തോരം സബ്സ്ക്രൈബ് ചെയ്തോ ആ കാശ് കൊണ്ട് വേണം പാവം പിടിച്ച് എനിക്ക് ഒരു കുഞ്ഞു വണ്ടിയെങ്കിലും വാങ്ങിക്കാൻ. നിങ്ങൾ കൈ നിറഞ്ഞ് എന്നെ സഹായിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ നമ്മൾ ചോദിച്ചു പിടിച്ച് സലൂണിൽ വന്നു കേട്ടോ. ഇതാണ് ആ പുതിയ സലൂണെ, റീജൻ സ്പാ എന്ന് പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. ഞാൻ അപ്പോയിൻമെൻ്റ് ഒന്നും എടുത്തിട്ടില്ലായിരുന്നു. പക്ഷേ ഇതൊരു എന്താ പറയുന്നത്, വീക്ക് ഡേയ്സ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഒന്നുമല്ലാത്ത സമയവും കൂടെ ആയതുകൊണ്ടായിരിക്കാം, വലിയ തിരക്കൊന്നുമില്ല. ചെന്നപ്പോൾ തന്നെ എന്നെ വരെ 2 കൈയും നീട്ടി സ്വീകരിച്ചു. ഞാൻ ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു പെഡിക്യൂറും ചെയ്യണമായിരുന്നു, ത്രെഡിങ്ങും ചെയ്യണമായിരുന്നു. അത്രേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം വിശാലമായിട്ട് ചെയ്യാനുള്ള സമയമൊന്നുമില്ല. കൊച്ചു സ്കൂളിൽ നിന്ന് വരും. അപ്പോൾ പിന്നെ അതെല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പക്ഷേ ഉണ്ടല്ലോ, ഞാൻ ആദ്യം ചെന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചത് ഒരു തുക്കട സലൂണാന്നൊക്കെ വിചാരിച്ചാണ് ചെന്നത്. പക്ഷേ ശരിക്കും ഞാൻ ഞെട്ടി കേട്ടോ. നല്ല അടിപൊളി സലൂണാണ്, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. എന്താ പറയുക, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത് പോലെ ഫുള്ള് അവിടുത്തെ എംപ്ലോയീസ് ഫുള്ള് നേപ്പാളീസാണ്. ഒരു അറബ് ലേഡി റൺ ചെയ്യുന്ന സലൂണാണെന്നാണ് അവർ എന്നോട് പറഞ്ഞത്. പക്ഷേ നല്ല സർവീസായിരുന്നു, നന്നായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. പെഡിക്യൂർ ആണെങ്കിലും ഒത്തിരി സമയമെടുത്ത് നന്നായിട്ട് ചെയ്തു കേട്ടോ. ഇതിപ്പോൾ ആരും ഇല്ലാത്ത സമയമായതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്താണേ. ഞാൻ ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും നന്നായിട്ട് ആളൊക്കെ ആയി. അതുകൊണ്ട് പിന്നെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. ആൾക്കാരുള്ളപ്പോൾ വീഡിയോ എടുക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ ആരും ഇല്ലാത്തപ്പം ഞാൻ കുറച്ച് വീഡിയോ എടുത്തതാണ്.
എന്താ പറയുന്നത്, ഓവറോൾ സർവീസൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. വലിയ റേറ്റൊന്നും പറയാനൊന്നുമില്ല, കുഴപ്പമില്ലാത്ത റേറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ഉള്ളൂ. അപ്പോൾ ഞാൻ മനസ്സിൽ തന്നെ വിചാരിച്ചു, ഇനി ഞാൻ പോകുന്ന സലൂൺ ഇതായിരിക്കുമെന്ന്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എപ്പോഴും സലൂണിൽ പോകുന്നൊന്നും ആളൊന്നും അല്ല. ലാസ്റ്റ് ഞാൻ സലൂണിൽ പോയത് എപ്പോഴാണെന്ന് വെച്ചാൽ നാട്ടിൽ പോകുന്നതിന് മുമ്പ്. അത് ജൂൺ ലാസ്റ്റാണ് പോയത്, നാട്ടിൽ ജൂലൈയിലാണ് പോയത്. അത് കഴിഞ്ഞിട്ട് എത്ര മാസം, ഒരു 5-6 മാസം, എന്നാണെങ്കിൽ 5 മാസത്തിൽ കൂടുതലായി. ഞാൻ പറഞ്ഞില്ലേ, ആകെ ഞാൻ ചെയ്യാൻ പോകുന്നത് ജസ്റ്റ് പെഡിക്യൂറ്, മാനിക്യൂറ്, പിന്നെ ത്രെഡിങ്ങോ ചെയ്യുന്നത്. ഇപ്പോൾ ത്രെഡിങ് ചെയ്തിട്ട് തന്നെ 5-6 മാസമായി. പിരിയം കാട് പോലെ വളർന്നായിരുന്നു, അതുകൊണ്ട് പോയതാണ് കേട്ടോ. പെഡിക്യൂർ ആണെങ്കിലും അവർ തട്ടിക്കൂട്ട് പെഡിക്യൂറൊന്നും അല്ല കേട്ടോ, കുറേ സമയമെടുത്ത് നന്നായിട്ട് ചെയ്തു. പെഡിക്യൂറൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ കാലെടുത്ത് തലയെ വെച്ച് നടക്കാൻ സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നി. അത്രയും നല്ല വൃത്തിക്കും മെനയ്ക്കും ഒക്കെ അവർ ചെയ്തു. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ നാട്ടിലൊക്കെയാണ് നമ്മൾ അരകല്ലല്ലോ കാലുരയ്ക്കുന്നത്, അലക്കുകല്ലിലൊക്കെ ഉരച്ച് കഴുകി ക്രീം തേച്ചിട്ട് നടക്കാമായിരുന്നു. പക്ഷേ ഇവിടെ അമ്മാതിരി ഫെസിലിറ്റി ഒന്നും ഇല്ലാത്തതുകൊണ്ട് കാലുരക്കണമെങ്കിൽ നമ്മൾ സലൂണിൽ തന്നെ പോകണം. പ്രത്യേകിച്ച് എന്നെപ്പോലെ തടിയുള്ളവരായതുകൊണ്ട് ഞാൻ ഇമാതിരി കാര്യത്തിനൊക്കെ സലൂണിലാണ് പോകുന്നത്. അവർ നന്നായിട്ട് കാലൊക്കെ ഉരച്ച് വെളുപ്പിച്ച് നല്ല കുട്ടിക്കുറ പൗഡറൊക്കെ ഇട്ട്, കുട്ടിക്കുറ പൗഡറൊന്നും ഇട്ടില്ല കേട്ടോ, അതൊക്കെ ഞാൻ കൈ നിട്ടതെന്നേ ഉള്ളൂ. അങ്ങനെ നല്ല സൂപ്പറൊക്കെ ആക്കി തന്നു. ഞാൻ കുറേ നേരമായല്ലേ ഈ സലൂണിനെ തന്നെ തള്ളി മറിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊരു പെയ്ഡ് പ്രൊമോഷനൊന്നുമല്ല. എന്നാലും ഞാൻ പറഞ്ഞില്ലേ, കുറേ നാളായിട്ട് ഞാൻ നല്ലൊരു സലൂൺ തപ്പി നടക്കുമായിരുന്നു. അത് കിട്ടിയതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ എനിക്കുണ്ട്. അവർക്ക് എന്നെ കണ്ടപ്പോഴേ കാര്യം മനസ്സിലായി, ഞാനൊരു കോഫി പേഴ്സണാണെന്ന്. അപ്പം തന്നെ എടുത്ത് കയ്യിലടിച്ച് തന്നു ഒരു കോഫി. പിന്നെ അതും കുടിച്ചുകൊണ്ടിരുന്നു കേട്ടോ. നല്ലൊരു ക്യാപ്പുച്ചീനോ ഒക്കെ തന്നു. ആദ്യം വെള്ളം തന്നു, പിന്നെ ക്യാപ്പുച്ചീനോ തന്നു. അങ്ങനെ അതെല്ലാം കുടിച്ച് എൻജോയ് ചെയ്ത് കുറച്ച് യൂട്യൂബ് കമൻസിനൊക്കെ റിപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ കാല് ശരിയാക്കി പെട്ടിയിലാക്കി അവർ തന്നു. പെഡിക്യൂർ കഴിഞ്ഞപ്പോൾ ഞാൻ ചിന്തിച്ചത്, ഈ കാലിനി തറയെ വെച്ച് ഞാൻ എങ്ങനെ നടക്കും, ഇതെടുത്ത് തലയെ വെച്ച് നടന്നാലോ എന്നാണ് ഞാൻ ചിന്തിച്ചത് കേട്ടോ. കാരണം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ പിന്നെ ഒരു പിങ്ക് കളർ നെയിൽ പോളിഷൊക്കെയാണ് ചൂസ് ചെയ്തത്. അങ്ങനെ പെഡിക്യൂർ കഴിഞ്ഞു. ഇനി അടുത്തത് ത്രെഡിങ്. ഞാൻ പറഞ്ഞല്ലേ, ഇതായിരുന്നു എൻ്റെ മെയിൻ സംഭവം. കുറേ നാളായതുകൊണ്ട് കാട് പിടിച്ച് പൊന്തുമ്പുഴ വനം പോലെയായിരുന്നു എൻ്റെ പിരികം കിടന്നത്. അതൊക്കെ ശരിയാക്കി ഞാൻ നല്ല സുന്ദരിയായി എന്നെനിക്ക് തന്നെ തോന്നി. പ്രത്യേകിച്ച് ഒരു മാറ്റമൊന്നും തോന്നിയില്ല. പിന്നെ ഞാൻ കുറച്ചങ്ങ് തള്ളി മറിച്ചെന്നേ ഉള്ളൂ. പിന്നെയും കണ്ണാടി കണ്ടപ്പോൾ പിന്നെയും മണ്ടേന്ന് താഴെലോട്ടും വീഡിയോ എടുത്ത് ഞാൻ തന്നെ എന്നെ കുറേ വെറുപ്പിച്ചുകൊണ്ടിരുന്നു. അവിടെ വന്നവർക്കൊക്കെ തോന്നി കാണും, ഈ പെങ്കൊച്ചിന് തലയ്ക്ക് എന്തോ പിരിവെട്ടിയ കേസാണ്. അങ്ങനെ പെഡിക്യൂറും ത്രെഡിങ്ങും എല്ലാം കഴിഞ്ഞ് അവർക്ക് പേയ്മെൻറ്റും കൊടുത്ത് ബൈ ഞാൻ പോകുന്നു എന്നും പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. ഇനി വീണ്ടും കാണാമെന്നൊക്കെ പറഞ്ഞിറങ്ങി. അപ്പോൾ ഇതാണ് ഞാൻ പുതുതായിട്ട് കണ്ടുപിടിച്ച എനിക്കിഷ്ടപ്പെട്ട റീജൻസ് സലൂൺ. ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്കും പോകാം. ഫുള്ള് നേപ്പാളി സ്റ്റാഫാണെന്നേ ഉള്ളൂ. എനിവേ, ഞാൻ പറഞ്ഞില്ലേ, ഇനിയിപ്പോൾ കാലയിൽ നെയിൽ പോളിഷൊക്കെ അടിച്ചുകൊണ്ട് ഇനി എൻ്റെ ഫുൾ കോൺസെൻട്രേഷൻ കാലയിലായിരിക്കും. കാല് നോക്കി നടക്കുക തന്നെ, എവിടെയെങ്കിലും തട്ടി വീഴുമോ എന്തോ. അതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ ഓർത്തത്, കൊച്ചു സ്കൂളിൽ നിന്ന് വരാറായല്ലോ ദൈവമേ എന്ന്. ഞാൻ കൊച്ചിൻ്റെ സമയമാകുമ്പോഴത്തേനും വീട്ടിലോട്ട് ചെല്ലത്തുമില്ല. പിന്നെ ഞാൻ സ്കൂൾ ബസ്സെ വിളിച്ച് പറഞ്ഞു, കൊച്ചിനെ ഞാൻ നിൽക്കുന്ന അവിടെ ഡ്രോപ്പ് ചെയ്യാവുന്നു. അങ്ങനെ അവർ കൊച്ചിനെ ഫിലിയുടെ അവിടെയുള്ള ബസ് സ്റ്റോപ്പിൽ ഡ്രോപ്പ് ചെയ്ത് കേട്ടോ. അവിടെ ഒരു കൊച്ചിറങ്ങാനുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ഈസി ആയിരുന്നു. അങ്ങനെ ഞാനും ജഡുവിനെ പിക്ക് ചെയ്തിട്ട്, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പോയ സലൂണിൻ്റെ നേരെ ഫ്രണ്ടിലാണ് ഈ ഫിലി. അങ്ങനെ ഞാനും ജഡുവും കൂടെ നേരെ എന്ത് ചെയ്തു, ഫിലിയിൽ കയറി. കൊച്ചു സ്കൂളിൽ നിന്നൊക്കെ വന്നതല്ലേ, പിന്നെ എന്നെ വിശന്ന് നടത്തിക്കൊണ്ടും പോകണ്ട, വീട്ടിൽ ഞാനൊരു മണ്ണാങ്കട്ട ഉണ്ടാക്കി വെച്ചിട്ടുമില്ല. അങ്ങനെ ഞങ്ങൾ രണ്ടും കൂടെ ഫിലിയിൽ കയറുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ പുള്ളി ഹാപ്പിയായി. ഞാൻ സ്കൂൾ ബസ്സിലെ ആൻറ്റിയോട് സംസാരിച്ച് ജഡുവിനെ സ്ഥിരം ഇറങ്ങുന്നിടത്ത് ഇറക്കണ്ട, ഇന്ന സ്ഥലത്ത് ഇറക്കാവോന്ന് ചോദിച്ചപ്പോൾ തന്നെ അവൻ്റെ കൊടുക്കാൻ പറഞ്ഞേ. അങ്ങനെ അവൻ്റെ ഫോൺ കൊടുത്തു. അവനോട് ഞാൻ പറഞ്ഞു, ജഡു നീ ഫിലിയുടെ സ്റ്റോപ്പിൽ വേണം ഇറങ്ങാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ജഡു വി ആർ ഗോയിങ് ടു ഈറ്റ് ഫിലി എന്ന് പറഞ്ഞ് ഭയങ്കര ബഹളമായിരുന്നു. എനിക്ക് കേൾക്കാമായിരുന്നു ഫോണിൽ കൂടെ. അങ്ങനെ പിന്നെ ഞങ്ങൾ രണ്ടും കൂടെ ഫിലിയിലൊക്കെ ഇറങ്ങി അവിടെ പുറത്തിരുന്നു കേട്ടോ. ഇപ്പോൾ ക്ലൈമറ്റ് നല്ലതല്ലേ, പ്രത്യേകിച്ച് ചൂടൊന്നുമില്ല, നല്ലൊരു തണുത്ത കാറ്റും ഉണ്ട്, നല്ല സുഖമായിരുന്നു പുറത്തിരിക്കാൻ. അങ്ങനെ പുറത്തൊക്കെ ഇരുന്ന് ഫുഡൊക്കെ ഓർഡർ ചെയ്തു. നോക്കിയപ്പോൾ അവിടെ ഒരു പൂച്ചസാറ് കിടന്ന് ഉറങ്ങുന്നുണ്ടോ, എന്താ ഉറക്കമല്ലേ, എന്നാ ഉറക്കം. എനിക്ക് അവൻ്റെ ഉറക്കം കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ കുശും പോകുന്നു. അവിടെ കയറി ജേഡു ഫിലിയുടെ മെനു ഒക്കെ ഇങ്ങനെ മറിച്ചും തിരിച്ചും ഒക്കെ വായിച്ചു നോക്കുന്നുണ്ട്. അവൻ എന്നാ വേണ്ടതെന്ന് ചോദിച്ചപ്പം ഒരു പൊറോട്ട റോള് മതിയെന്ന് പറഞ്ഞു, ഒമാനി ചിപ്സിൻ്റെ. അങ്ങനെ ഒരു പൊറോട്ട റോളും പിന്നെ അവനൊരു സ്മൂതി പറഞ്ഞു. ഞാൻ പിന്നെ ശരിക്കും പറഞ്ഞാൽ
ഒരു റൈസ് ബൗളാണ് പറഞ്ഞത് കേട്ടോ. സത്യം പറഞ്ഞ് ഇന്നലെ ഡയറ്റാണെന്നൊക്കെ പറഞ്ഞെങ്കിലും രാവിലെ ഉണ്ടല്ലോ ഒരു മാട്ട കാപ്പിയും കുടിച്ചിട്ട് ഇറങ്ങിയതല്ലേ, എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. പിന്നെ വീട്ടിൽ ചെന്നിട്ടും കഴിക്കാനുള്ള സാഹചര്യം പ്രത്യേകിച്ച് ഞാനൊന്നും ഉണ്ടാക്കാഞ്ഞതുകൊണ്ട് ഞാൻ ഓർത്തു ഇച്ചിരി കാബ്സ് എടുത്തേക്കാന്ന്. അങ്ങനെ എടുത്താൽ കേട്ടോ. അതിനകത്ത് സത്യം പറഞ്ഞാൽ ഒന്നും ഇല്ലായിട്ടൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഞാൻ ഓർത്തു എന്തിന് ഞാനിത് ഓർഡർ ചെയ്തെന്ന്. അത് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചത്ര ഗുമ്മൊന്നും അതിന് ഉണ്ടായിട്ടില്ല. പക്ഷേ എന്നാലും എന്തെങ്കിലുമൊക്കെ കഴിക്കണ്ടേ. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ടില്ലേ, ഞാനും ജേഡും കൂടെ പുറത്തിറങ്ങിയ കഴിപ്പാണ് ഞങ്ങളുടെ മെയിൻ എൻ്റർടൈൻമെൻ്റ് എന്ന്. അത് തന്നെയല്ല, ഫിലിയിൽ വേറെ എന്താ പറയുക സാലഡ്സോ അങ്ങനെയുള്ളതൊന്നും ഇല്ലായിരുന്നേ. അതുകൊണ്ടും കൂടെ കേട്ടോ, നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കരുത്. അങ്ങനെ പിന്നെ ഞാനും ജേഡും ഫുഡെല്ലാം കഴിച്ച് കുറച്ച് നേരം അവിടെ നിന്ന് ചില്ലൊക്കെ ചെയ്ത് വണ്ടിയൊക്കെ എണ്ണി അങ്ങനെ കുറേ നേരം ഇരുന്നു കേട്ടോ. ഈ സമയമാകുമ്പോൾ മുഴുവൻ സ്കൂൾ ബസ്സാണ് വഴി കിടന്നു നോക്കി. എന്തോരോ സ്കൂൾ ബസ്സാണ്. മുമ്പേ ഞാൻ പറഞ്ഞല്ലോ ഫോറസ്റ്റ് മുഴുവൻ വനമാണെന്ന് പറഞ്ഞതുപോലെ റോഡ് മുഴുവൻ സ്കൂൾ ബസ്സാണ്. മഞ്ഞ കളറുള്ള ബസ്സുകൾ മാത്രം. കാരണം സ്കൂൾ വിടുന്ന സമയമായതുകൊണ്ടേ നല്ല രസമുണ്ട് ഈ സ്കൂൾ ബസ് ഇങ്ങനെ പോകുന്ന കാണാനായിട്ട്. അതെല്ലാം കുറച്ച് നേരം ഇരുന്ന് വായി നോക്കിയിരുന്നു. ബസ്സിൻ്റെ കുറേ നേരം എണ്ണമൊക്കെ എടുത്തു. എനിക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേട്ടോ. അങ്ങനെ കുറേ നേരം ഇരുന്ന്, കാരണം വീട്ടിൽ ചെന്നിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലല്ലോ, ജസ്റ്റ് വന്നിട്ടും ഇല്ല. ഞങ്ങൾ അങ്ങനെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പം ഞാനും ജേഡും വീട്ടിൽ പോകാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് നടന്നു. ഞാൻ പറഞ്ഞല്ലേ വണ്ടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നടരാജ മോട്ടോഴ്സ് തന്നെ ശരണം. അത് തന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ കേട്ടോ. ഞാൻ ചുമ്മാ തള്ളത്, കുറേ ദൂരമൊന്നും ഇല്ല, കുറച്ച് ദൂരമേ ഉള്ളൂ, 5-10 മിനിറ്റ്. പക്ഷേ ആ പോകുന്ന വഴിക്ക് ഞാനൊരു പുതിയ സംഭവം കണ്ടുപിടിച്ചു. ഒരു കോസ്റ്റ കോഫി നമ്മുടെ ഏരിയയിൽ ഉണ്ടെന്നുള്ളത്. അത് ആ ഹോട്ടലിനകത്താണ്, എന്നാലും കുഴപ്പമില്ല. ഇങ്ങനൊരു കോഫി ഷോപ്പ് ഞാൻ തപ്പി നടക്കുമായിരുന്നു. ഇങ്ങനെ പോയണ്ടല്ലോ ഇതൊക്കെ കണ്ടുപിടിക്കാൻ പറ്റിയതല്ലേ. അങ്ങനെ കോസ്റ്റ കോഫി കണ്ട സന്തോഷത്തിൽ എനിക്ക് വലിയ സന്തോഷമായി. ഞാൻ ജസ്റ്റിയെ വിളിച്ച് പറഞ്ഞു, ജസ്റ്റി നമ്മുടെ റൂട്ടിലൊരു കോസ്റ്റ കോഫി ഉണ്ടെന്ന്. പണ്ട് ആ കോസ്റ്റ കോഫി ആ ഏരിയയിൽ ഉണ്ടായിരുന്ന കേട്ടോ. അങ്ങനെ കൊളംബസ് അമേരിക്ക കണ്ടുപിടിച്ച പോലെ കോസ്റ്റ കോഫി കണ്ടുപിടിച്ച സന്തോഷത്തിൽ ഞാൻ അങ്ങനെ പതുക്കെ നടന്നു. എന്ത് നല്ല താരതമ്യമല്ലേ. എന്നാലും കോസ്റ്റ കോഫി കണ്ടുപിടിച്ചപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി കേട്ടോ. കാരണം ഞങ്ങളുടെ ആ എയർപോർട്ട് ലൈനിൽ നല്ലൊരു കോഫി ഷോപ്പ് ഇല്ലായിരുന്നേ. അതിൻ്റെ വിഷമം നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുമോ? എനിക്കല്ലേ പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. ദേ അബുദാബി കാണണ്ടാത്തവരെന്ന് കാണാൻ ആഗ്രഹമുള്ളവരൊക്കെ കണ്ടോ കേട്ടോ, വിസ്തരിച്ച് കണ്ടോ. ഇതാണ് അബുദാബി ജംഗ്ഷൻ. എന്നോട് ഇനി ചോദിച്ചേക്കരുത് ലിറ്റി എവിടെ താമസിക്കുന്നതെന്ന്. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ ഞാൻ അബുദാബി ജംഗ്ഷനിലാണ് താമസിക്കുന്നതെന്ന്. ഇതോ ഈ കാണുന്നതാണ് ആ ജംഗ്ഷൻ. അപ്പോൾ ഞാൻ ഒരു നടപ്പുമാകും, നിങ്ങളെ പോകുന്ന വഴിക്ക് വഴിയും കാണിക്കാം, അബുദാബിയും കാണിക്കാം. അങ്ങനെ ഫൈനലി നമ്മൾ നമ്മുടെ വീടിൻ്റെ ഏരിയ വന്നു. ഞാൻ പറഞ്ഞിട്ടില്ല എവിടെ നമ്മുടെ വീടെന്ന്. ഇനി സ്ഥിരം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കത്തില്ല, ഒരു പ്രാവശ്യമേ പറയത്തുള്ളൂ. അപ്പം വേണേൽ ശ്രദ്ധിക്കണമായിരുന്നു. അതല്ലേ പഴയ വീഡിയോ കണ്ടുപിടിച്ചോ. ഇതോ ഈ കാണുന്നതാണ് നമ്മളുടെ ബിൽഡിങ് കേട്ടോ. അങ്ങനെ വീട്ടിൽ ചുമ്മാ ബോറടിച്ചിരുന്ന എനിക്ക് ഇഷ്ടം പോലെ സമയം പോവുകയും ചെയ്തു. ഒരു എൻ്റർടൈൻമെൻറ്റുമായി ഇച്ചിരി എന്താ പറയുന്നത്, ഒരു സന്തോഷവും കിട്ടി, മനസ്സിനൊരു സുഖവും കിട്ടി, സലൂൺകാർക്ക് കുറച്ച് കാശും കിട്ടി, എൻ്റെ കുറച്ച് കാശ് പോയും കിട്ടി. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഈ ദുരന്ത വീഡിയോ. ഇതുപോലുള്ള മോർ ദുരന്ത വീഡിയോസ് കാണുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. അപ്പോൾ ശരി, എന്നാൽ പോയേച്ച് വരാം. ബൈ.